സാധാരണ വീട്ടിൽ റവ മേടിച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അത് വെച്ചിട്ട് നല്ല ടേസ്റ്റിലുള്ള ഉപ്പുമാവ് തയ്യാറാക്കുക. എന്നാൽ ഇനിയിപ്പോൾ റവ വെച്ചിട്ട് ഉപ്പുമാവ് തയ്യാറാക്കേണ്ട. അതാണ്ട് ഇതൊന്ന് കണ്ടു നോക്കിയോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗളിനകത്തോട്ട് 250 ml കപ്പിന് 1 കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. വറുത്ത റവയോ വറക്കാത്ത റവയോ എടുക്കാം, ഏതെടുത്താലും അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് തേങ്ങാപ്പീരയും പിന്നെ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കണം. മിക്സ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതിലേക്ക് കുറേശ്ശെ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്തിട്ട് ഇളക്കാനായിട്ട് നിൽക്കരുത്. അതേപോലെ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ടും മറന്നു പോരുത്. കട്ടയൊന്നും കെട്ടാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊണ്ടെടുക്കുക. അതിപ്പോൾ സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ അങ്ങോട്ട് ഇളക്കി കൊണ്ടെടുക്കാം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് അങ്ങോട്ട് അടച്ചങ്ങോട്ട് വെച്ചേക്കുക. അപ്പോഴത്തേക്കും ഈ ഒരു റവ ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് തണ്ട് ഈ ഒരു പരുവത്തിൽ നല്ല തരിതരിയായിട്ടങ്ങോട്ട് കിട്ടും. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പകുതി പരിപാടി ഓക്കെ. ഇനി ഒരു ഇഡലി പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു തട്ടൂടെ എടുത്ത് വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിലോട്ടൊരു വാഴയിലൂടെ അങ്ങോട്ട് വെച്ച് കൊടുക്കണം. വാഴയില തയ്യാറാക്കുമ്പോഴല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇഡലി പാത്രത്തിന് പകരം വേണമെന്നുണ്ടെങ്കിൽ പുട്ടുകുറ്റി എടുക്കാം. എന്തായാലും ഒരു കുഴപ്പമില്ല. അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചേക്കുന്ന റവ മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരു വടിക്ക് 2 പക്ഷി എന്ന് പറയുന്നതിനോട്ട് തന്നെ പെട്ടെന്ന് പണി തീർക്കാനാണ് ഈ ഇഡലി പാത്രം നമ്മൾ എടുത്തേക്കുന്നത്. നല്ലതുപോലെ അങ്ങോട്ട് റവ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി ഇതിൻ്റെ മൂടി വെച്ച് അടച്ചു കൊടുത്ത് സാധാരണ വേവിച്ചെടുക്കുന്നതിൻ്റെ തൊട്ട് തന്നെ ആവിയിൽ അങ്ങോട്ട് വേവിച്ച് അങ്ങോട്ട് എടുക്കണം. കുറച്ച് സമയം എടുക്കും. എന്തായാലും ഈ വേവുന്ന സമയം നിങ്ങൾ തെക്കുവടക്ക് നോക്കിയിരിക്കേണ്ട ഒരു പണിയുടെ ബാക്കിയുണ്ട്. അതിനായിട്ടൊരു പാനിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ മെൽറ്റായിട്ട് വരുമ്പോഴേ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങോട്ട് വാർത്ത കൂടെ എടുക്കണം. ഇതിൻ്റെ കളർ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് താണ്ട് ഈ ഒരു പരുവത്തിൽ അങ്ങോട്ട് വരുമ്പോൾ കുറച്ച് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കണം. ഉണക്ക മുന്തിരിങ്ങ ഇതുകൂടി ഉണ്ടെങ്കിൽ സംഭവം നല്ല കളർഫുൾ ആയിക്കോട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ ഷടപടയെന്ന് പെട്ടെന്നായിരിക്കും. നല്ലതുപോലെ അങ്ങോട്ട് വറുത്ത് മുന്തിരിയൊക്കെ വീർത്തങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്ത് വെക്കാം. ഈ സമയത്ത് നമ്മൾ ആവിയിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ള റവയൊക്കെ നല്ലതുപോലെ വെന്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ വെറുതെ അങ്ങോട്ട് കഴിച്ചു പോകും. പക്ഷേ ഇങ്ങനെ കഴിക്കുന്നതിനെക്കാട്ടിലും നല്ലത് കുറച്ചുകൂടി ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കണം. അതിനായിട്ടുണ്ടല്ലോ കുറച്ച് തേങ്ങാപ്പീരയും പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങൊക്കെ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ തന്നെ ഇത് കാണാൻ തന്നെ നല്ല മനോഹരമാണ്. ഇളക്കി അങ്ങോട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റവ പുട്ട് അങ്ങോട്ട് റെഡിയായിട്ട് അങ്ങോട്ട് വരും. സ്ഥിരമായിട്ട് ഉപ്പുമൊക്കെ കഴിച്ച് മടുത്തിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു തവണ ഒരു പ്രാവശ്യം ഇതുപോലൊന്ന് റവ പുട്ടൊന്ന് തയ്യാറാക്കി നോക്കുക. ഇത് കഴിക്കാനായിട്ട് ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വേണ്ട. എന്തായാലും പുട്ടായതുകൊണ്ട് തന്നെ 2 ഞാലിപ്പൂവും പഴം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി പപ്പടമാണെന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. കൊച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. ഇങ്ങനെ അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് കഴിക്കാതിരിക്കാനായിട്ട് പറ്റും. വെറുതെ അങ്ങോട്ട് കഴിച്ചു നോക്കുക. പരീക്ഷണങ്ങളൊക്കെ നമ്മളങ്ങോട്ട് ചെയ്ത് നോക്കുക. ഒന്നും പറയാനായിട്ടില്ല. സംഭവം എൻ്റെ പൊന്നോ പോളി ഐറ്റം. പുട്ടുകുറ്റിയിൽ തയ്യാറാക്കാഞ്ഞത് ഈ 2-3 തവണ തയ്യാറാക്കേണ്ടി വരും. ഇതാകുമ്പോൾ ഒറ്റയടിക്ക് പരിപാടി കൊണ്ട് കഴിയും. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ റവ പൊട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ താഴെ കാണുന്ന ആ ഒരു ലൈക്കും ഷെയറും ചെയ്യാനായിട്ട് മറക്കരുത്. ഇതുപോലുള്ള പുതുപുത്തൻ ഐറ്റംസുകൾ ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മുടങ്ങാതെ കിട്ടാൻ വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന ഒരു ഫോളോ ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് പ്രസ് ചെയ്തേക്കുക. നമ്മുടെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് കിട്ടും. ഇതിലും നല്ലൊരു കിടിലൻ കിട്ടുക്കാച്ച് വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം. നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി, നൗ സൈനിങ് ഔട്ട്. താങ്ക് യു.